ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ 40കളൊക്കെ കഴിയുമ്പോൾ നമ്മൾ വളരെയധികം ദുഃഖിക്കേണ്ടി വരും. ജീവിതത്തിൽ ഒന്നും തന്നെ നേടിയിട്ടില്ല എന്നും അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടു പോയല്ലോ എന്നും ഓർത്ത് ദുഃഖിക്കാനിട വരാതിരിക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് പറയുവാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീണ്ടും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ കൂടുതൽ പേരും, അതായത് 85% സ്ത്രീകളായതുകൊണ്ട് അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കൂടുതലും സംസാരിക്കുന്നത്. പെൺമക്കളെ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് അയക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും അറിയാം അവരെത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണവും മറ്റുമാണ് കൊടുത്തയക്കുന്നത് എന്നല്ലേ. ഒരുപാട് ചെലവുണ്ട് ഒരു പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് അയക്കുവാനായിട്ട്. അതുപോലെ അവരൊരു 10-20 അല്ലെങ്കിൽ 25 വയസ്സ് വരെ അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരുടെ ശരീരമൊക്കെ നോക്കി നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് വളർത്തിയിട്ട് ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് അയച്ചു കഴിയുമ്പോൾ പിന്നെ അവർ ഒന്നുമല്ലാതെ ആയി തീരുന്ന അവസ്ഥ കണ്ട് വിഷമിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ടല്ലേ. ഒരുപാട് സ്ത്രീകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ പകുതി വഴിയിൽ ആത്മഹത്യ ചെയ്തു പോയവരുമുണ്ട്. എന്നാൽ ഇങ്ങനെ പകുതി വഴിയിൽ വെച്ച് ആത്മഹത്യ ചെയ്യാതിരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു 40കളൊക്കെ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുറ്റബോധം തോന്നാതിരിക്കുക, നഷ്ടബോധം തോന്നാതിരിക്കുക, നിരാശപ്പെട്ട് ജീവിതം തള്ളി കൊണ്ടുപോകാതിരിക്കുവാനായിട്ട് എന്ത് ചെയ്യുവാൻ സാധിക്കും? അതിൽ ഒന്നാമത്തെ ഒരു കാര്യം, നമ്മളെപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമാണ് കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും ചുറ്റും നിന്ന് എത്ര ആശ്വസിപ്പിച്ചാലും നമ്മുടെ ഒരു വൈകാരികയില് അനാരോഗ്യകരമായ ഒരു കാലഘട്ടത്തില് ഏറ്റവും അധികം അത് സഫർ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലെ. നമ്മുടെ ശരീരം മാത്രമാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുക. മറ്റുള്ളവരെല്ലാവർക്കും വാക്കുകൊണ്ട് പറയുവാനോ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്ത് തരുവാനോ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ഏറ്റവും വലിയ സമ്പത്തായിട്ടുള്ള ഈ ശരീരത്തെ നല്ല ആരോഗ്യത്തോടും സൗന്ദര്യത്തോടും കൂടി സംരക്ഷിച്ചുകൊണ്ട് പോവുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയൊരു ഡിസിപ്ലിൻ ആയിട്ട് 3 കാര്യങ്ങൾ ചെയ്തു പോകണം. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ശരീരവും ആരോഗ്യവും സൗന്ദര്യവും നല്ല ആരോഗ്യത്തോടെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ 20കളിലൊക്കെ ഉണ്ടായിരുന്നത് അതേപോലെ തുടർന്ന് കൊണ്ടുപോവുക. ഇങ്ങനെ ആരോഗ്യവും ശരീരവും സൗന്ദര്യവും ഒന്നും കൃത്യമായിട്ട് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാത്തവരാണ് ഒരു പ്രായം കഴിയുമ്പോൾ പെട്ടെന്ന് വയസ്സായി തീരുന്നത്. തലമുടി പെട്ടെന്ന് നരയ്ക്കുക, സ്കിൻ പെട്ടെന്ന് ചുളിവ് വീഴുക, ഒട്ടും ചെറുപ്പമല്ലാതെ ഇരിക്കുക എന്നൊക്കെ. 40-50 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അത്ര വലിയ പ്രായമൊന്നുമല്ല. കൃത്യമായ പരിചരണത്തിലൂടെ 50കളിലും 40കളുടെ സൗന്ദര്യവും ചെറുപ്പവും നമുക്ക് നിലനിർത്തുവാനായിട്ട് സാധിക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു പ്രായമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേ പഴയ വിവാഹ ഫോട്ടോയൊക്കെ എടുത്തു നോക്കി ഞാൻ എന്ത് സുന്ദരിയായിരുന്നു അന്ന് എന്ന് പരിതപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് ആരുടെയും ഉത്തരവാദിത്തമല്ല, ഒരു സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാണ് അവളുടെ ഏറ്റവും വലിയ സ്വത്തായിട്ടുള്ള ശരീരവും ആരോഗ്യവും സൗന്ദര്യവും കൃത്യമായിട്ട് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് കേട്ടോ. അതിന് വെറുതെ ചോറും കറികളും മാത്രം കഴിച്ച് വീട്ടിലെ ജോലികൾ മാത്രം ചെയ്ത് ഉണ്ടും ഉറങ്ങിയും മാത്രം അങ്ങനെ ജീവിച്ചു പോകാതെ കുറച്ചൊക്കെ ഒരു പരിപാലനങ്ങൾ ചെയ്യണം കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് നമുക്കെല്ലാം നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം മറക്കണ്ട, നമ്മുടെ ഏറ്റവും വലിയ സ്വത്തായ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു സ്വത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും തന്നെയാണ് കേട്ടോ. ശരീരത്തിന്റെ ആരോഗ്യവും സൗന്ദര്യവുമാണ്. അത് കൃത്യമായിട്ട് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. രണ്ടാമത്തെ കാര്യം, നമ്മളെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് കുറച്ച് സ്വർണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വത്തുവകകളോ നമുക്ക് എന്തെങ്കിലും ഒരു സമ്പത്ത് തന്നിട്ടുണ്ടാവൂലേ, അതെല്ലാം കാലക്രമേണ ചെലവായിട്ടുണ്ടാവും. അത് ആരുടെയും കുറ്റമല്ല. കാരണം ഒരു വീടും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ പല ചെലവുകൾ വരും. ഭർത്താവിന് മാത്രം നമുക്ക് എല്ലാ ഉത്തരവാദിത്വവും കൊടുത്ത് അങ്ങ് എന്താ പറയാ നമ്മളൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നമുക്കൊന്നും ജീവിക്കാൻ സാധിക്കില്ല. എല്ലാ സ്ത്രീകളിലും അവരവരുടെ കൈവശമുള്ള സ്വത്തുക്കള് സ്വർണങ്ങളെല്ലാം വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് ചെലവഴിക്കുമല്ലേ. അതൊക്കെ കഴിഞ്ഞൊരു മക്കള് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫ്രീ ആയില്ലേ. ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ മിക്ക സ്ത്രീകളും അവരുടെ മക്കളുടെ ഒരു വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായിട്ട് കുറച്ചൊരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു പ്രായത്തിലൂടെ ആയിരിക്കും, ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കുട്ടികൾ വളർന്ന് അവരുടെ വിദ്യാഭ്യാസമൊക്കെ കഴിയുന്ന ഈ ഒരു സമയത്തെങ്കിലും നമുക്ക് ചെറുപ്പകാലത്തിൽ മക്കളെ വളർത്തുവാനായിട്ട്
പോകാനായിട്ട് അവരുടെ വിദ്യാഭ്യാസ ചെലവിനായിട്ടൊക്കെ ഒരുപാട് പണം ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് സമ്പാദിച്ചു വയ്ക്കുവാനായിട്ട് സാധിച്ചു കാണൂല അല്ലേ. അപ്പോൾ ചെറിയ ചെറിയ സേവിങ്സുകൾ വെച്ചിട്ട് നമ്മളൊരു സമ്പാദ്യം ഉണ്ടാക്കി വെക്കണം. അത് നമുക്ക് ഉപകരിച്ചില്ലെങ്കിൽ പോലും ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് ഉപകരിക്കുമല്ലോ. അതുകൊണ്ട് വയസ്സാകുന്ന ഒരു സമയത്ത്, കുറച്ച് ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ആവശ്യം വന്നെങ്കിലോ എന്ന് കരുതിയിട്ട് കുറച്ചൊരു സാമ്പത്തികം നമ്മൾ കരുതി വെക്കണം. അത് കുറേശ്ശെ ഓരോ മാസവും ഒരു 500-ന്റെ 1000-ന്റെ ഒക്കെ ആയിട്ടുള്ള സേവിങ്സുകൾ ചെന്ന് ചേരും. 2025 ഏപ്രിൽ മാസം നമ്മുടെ സർവീസ് സഹകരണ സംഘങ്ങളിൽ എല്ലാ നാട്ടിലും ഉണ്ട്, എല്ലാ പഞ്ചായത്തിലും ഉണ്ടല്ലോ ഒരു സൊസൈറ്റി. അവിടെ ചെന്നിട്ട് റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ RD ചേരണമെന്ന് പറഞ്ഞിട്ട് 500-ന്റെയോ 1000-ന്റെയോ ഡിപ്പോസിറ്റുകൾ ചേരുക കേട്ടോ. അപ്പോൾ അത് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം 2026 ഏപ്രിൽ 10-ന് ശേഷം നമുക്ക് അതിന്റെ ആനുകൂല്യങ്ങളോടുകൂടി കുറച്ച് പലിശയോടുകൂടി അത് നമുക്ക് തിരിച്ചെടുക്കുവാൻ സാധിക്കും. ഈ RDയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം വന്ന് നമ്മൾ ഓടിപ്പോയി നമുക്ക് ചെന്ന് എടുക്കുവാൻ സാധിക്കും, ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. പക്ഷെ നമുക്ക് ആനുകൂല്യം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വട്ടം എത്തി കിട്ടുമ്പോൾ നമുക്ക് അത്രയൊരു വലിയ തുകയായിട്ട് കിട്ടും. ചെറിയ തുകകൾ കൊണ്ട് നമുക്കൊരു വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ വർഷവും കടന്നു പോകും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. അങ്ങനെ നമ്മളൊരു 40കൾ തുടങ്ങി ഒന്ന് ഉത്സാഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, 35-40 വയസ്സുകളൊക്കെ തുടങ്ങി ഒന്ന് ഉത്സാഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 വയസ്സൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് അത്ര മോശമല്ലാത്ത രീതിയിലുള്ള ഒരു സമ്പാദ്യം ഉണ്ടാക്കി വെക്കുവാനായിട്ട് സാധിക്കും. ഈ സാമ്പത്തിക സുരക്ഷ എന്ന് പറയുന്നത് ഒരു വലിയ സുരക്ഷ തന്നെയാണ് കേട്ടോ. കാരണം എന്താവശ്യങ്ങൾക്ക് നമുക്ക് പണം വേണമല്ലേ. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് നമുക്ക് കുറച്ചൊരു ഡെപ്പോസിറ്റ്, സേവിങ്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, സ്ഥലമല്ലാതെ ലിക്വിഡ് മണിയായിട്ട് കുറച്ചൊരു സമ്പാദ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഒരു സുരക്ഷിതത്വം തരും, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. കാരണം ഭർത്താവിന്റെ ഒരു ആശ്രയം നഷ്ടപ്പെടുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു സാഹചര്യം ഒരു പെണ്ണിനും വരാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ചെറിയ ചെറിയ സമ്പാദ്യങ്ങളൊക്കെ തുടങ്ങി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു 50കളിലൊക്കെ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു 40 വയസ്സിലെങ്കിലും സമ്പാദ്യശീലം വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു നിശ്ചിത തുക നമ്മൾ ലക്ഷ്യം വെച്ചിട്ട് ആ തുക നമ്മുടെ ഒരു സമ്പാദ്യമാക്കി കൂടെ കൊണ്ടുപോകണം. അപ്പൊ നമ്മുടെ ശരീരവും ആരോഗ്യവും സൗന്ദര്യവുമാണ് നമ്മുടെ ഒന്നാമത്തെ സമ്പാദ്യം എന്ന് പറഞ്ഞു. അത് കൂടാതെ നമുക്കൊരു ലിക്വിഡ് മണിയായിട്ട് കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കി വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചത് അത് തരുന്നൊരു ആത്മവിശ്വാസം വലുതായിരിക്കും, അത് തരുന്നൊരു സുരക്ഷയും വലുതായിരിക്കും. നമുക്ക് എപ്പോഴും നല്ലൊരു ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാനായിട്ട്, രാത്രിയൊക്കെ നല്ല സമാധാനത്തോടെ കിടന്നുറങ്ങുവാനായിട്ടൊക്കെ സാധിക്കും. മൂന്നാമത്തെ കാര്യം, നല്ല കൃത്യമായിട്ടൊരു ലക്ഷ്യബോധത്തോടെ മാത്രം നമ്മൾ ജീവിക്കുക. വെറുതെ ഒരു ലക്ഷ്യവും ഇല്ലാതെ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികൾ ചെയ്ത് മുടി പോലും ചീകി കെട്ടാതെ വെറുതെ ഭക്ഷണം ഉണ്ടാക്കിയും അതുപോലെ വീട്ടിലെ ജോലികൾ ചെയ്തും തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിതം ഇങ്ങനെ ജീവിച്ച് നോക്കിയിട്ട് മക്കളെ വളർത്തി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കി നടത്തി എന്ന് വലിയ വീരവാദം പറഞ്ഞു പോകാതെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് ജീവിക്കുക. അങ്ങനെയുള്ള സ്ത്രീകൾ വളരെ ആത്മവിശ്വാസമുള്ളവരായിരിക്കും. സമൂഹത്തിൽ തലയുയർത്തി പിടിച്ച് തന്നെ അവർക്ക് നടക്കുവാനായിട്ട് സാധിക്കുക. അവർ ആരുടെ അടിമകളായിരിക്കില്ല. കൃത്യമായിട്ടൊരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആയിത്തീരുന്നു, ചുമ്മാ വീട്ടിലെ ജോലികൾ ചെയ്ത് തീർക്കുവാനല്ലാതെ നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ കഴിവ് കണ്ടെത്തി അതിനെ നമ്മൾ പ്രകടിപ്പിച്ച് അതിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകളായിരിക്കും, പക്ഷെ അവരിൽ നല്ല കഴിവുള്ള സ്ത്രീകൾ ഉണ്ടായിരിക്കും. അവർ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു സംരംഭകയാകുവാനും ഒരു സ്ഥാപനം കൊണ്ടു നടത്തുവാനൊക്കെ കഴിവുള്ളവരായിരിക്കണം. അപ്പോൾ എന്താണ് എൻ്റെ കഴിവ്? ഞാൻ പണ്ടേ ജോലിക്ക് പോകുമ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എന്നിലൊരു സംരംഭകയുണ്ട്. എനിക്ക് ഒരുപാട് ഹാർഡ് വർക്ക് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ഇതില്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് കോർഡിനേറ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് എനിക്കുണ്ട്. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കോർഡിനേറ്റ് ചെയ്തു കൊണ്ടുപോകാനായിട്ട് എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് താല്പര്യം. അതുപോലെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മാനസിക ഉല്ലാസത്തിനും കൂടി ഉള്ളതായിരിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ച് നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അത് നമുക്ക് മാനസികമായിട്ട് സന്തോഷം തരണം. അല്ലാതെ അത് പ്രഷർ കയറ്റി നമുക്ക് രാത്രിയിൽ പോലും ഉറങ്ങുവാൻ പറ്റാത്ത
ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കരുത്. പക്ഷേ കൃത്യമായിട്ട് ലക്ഷ്യബോധം ഉണ്ടായി നല്ല രീതിയിൽ അതിനു വേണ്ടി പ്രയത്നിച്ച് ജീവിച്ചു പോകുന്നവർക്ക് ഉറക്കവും വളരെ കുറവായിരിക്കും കേട്ടോ. അവർക്ക് ഒരുപാട് സമയമൊന്നും രാവിലെ ഒന്നും ഉറങ്ങി കിടക്കുവാനായിട്ട് സാധിക്കില്ല. അവർക്ക് ഈ ലക്ഷ്യം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അവരിങ്ങ് എഴുന്നേറ്റ് പോരും. മടി പിടിച്ചൊന്നും അവരിയ്ക്കില്ല. അപ്പോൾ കൃത്യമായ ഒരു ലക്ഷ്യബോധം വേണം. അത് നമുക്ക് സന്തോഷത്തിനും സമാധാനത്തിനും കൂടി ഉള്ളതായിരിക്കണം. അത് ഇച്ചിരിയോടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ചില ഈ മാതാപിതാക്കന്മാരൊക്കെ നമ്മളെ ഡാൻസ് പാട്ടൊക്കെ പഠിപ്പിച്ച് അതിലൊക്കെ കുറച്ച് നമുക്കൊരു സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടാവും, കഴിവ് തെളിയിച്ചവരായിരിക്കും. പക്ഷെ വിവാഹത്തോടു കൂടി പലരും ഇതൊന്നും വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ എന്തുകൊണ്ട് പാട്ടറിയാവുന്നവര് ഡാൻസ് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ പുടിതട്ടിയെടുത്ത് കൊച്ചുകുട്ടികളെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൂടാ. അല്ലെങ്കിൽ ഒരു ശനി ഞായർ ദിവസങ്ങളിൽ ഒരു ഏകദേശം ഒരു അവരെ നമുക്കൊന്ന് കെയർ ചെയ്യുവാനും സാധിക്കും. അവർക്കൊരു കല പറഞ്ഞു കൊടുക്കുവാനും സാധിക്കും. ഒരു ചെറിയ ഫീസ് വെച്ച് ഒരു 10-20 കുട്ടികളെ ആ പ്രദേശത്ത് നിന്ന് ഒരുമിപ്പിച്ച് കൊണ്ടുവന്നിട്ട് നമുക്കത് ചെയ്തുകൂടെ? അതിനുള്ളൊരു ചെറിയ സൗകര്യം വീട്ടിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കൊരു മാനസിക ഉല്ലാസം കിട്ടും. മാത്രമല്ല മിക്ക സ്ത്രീകളും നമ്മൾ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന വീടുകളിൽ ഏതെങ്കിലും വിധത്തിലൊരു ചെറിയ മനോവിഷമങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. എന്തായാലും സ്വന്തം വീട്ടിൽ കിട്ടുന്ന സന്തോഷവും ഒരു എന്താ പറയാ ഒരു സ്വാതന്ത്ര്യവും ഒന്നും നമുക്ക് മറ്റൊരു വീട്ടിൽ കിട്ടില്ല. കാരണം അവിടുത്തെ ചിട്ടകളും വട്ടങ്ങളും ഒക്കെ അനുസരിച്ച് നമ്മൾ അവരുടെയൊക്കെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. പലപ്പോഴും നമുക്ക് ഉള്ളിൽ വളരെ സമ്മർദ്ദം ഉണ്ടാകും. ഇത് നമ്മുടെ ഭർത്താവിനോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്കോ മനസ്സിലാവില്ല. അത് നമുക്ക് ഏറ്റവും തുറന്നു പറയുവാൻ സാധിക്കുന്നത് നമ്മുടെ പെറ്റമ്മയോട് മാത്രമായിരിക്കും. ആ അമ്മയ്ക്ക് മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു മാനസിക ഉല്ലാസം കിട്ടുന്ന ഒരു കാര്യം ലക്ഷ്യം വെച്ചുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സന്തോഷവതികളായിട്ട് കാണപ്പെടും. അങ്ങനെ നമ്മൾ സന്തോഷവതികളായിട്ട് കാണുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആരോഗ്യം, സൗന്ദര്യം ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ നിലനിർത്തുവാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ വിവാഹം കഴിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് വന്നു ഞാനാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഉത്തരവാദിത്വങ്ങളും തലയിലേക്ക് എടുത്തു വെച്ച് വെറുതെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കഴുതയെ പോലെ പണിയെടുത്ത് തിന്നു കുടിച്ച് ഉറങ്ങി ജീവിച്ചു പോയാൽ പോലെ കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ നല്ല ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ തടസ്സം നേരിട്ടാൽ പോലും ശാരീരികമായ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലാണ് മിക്ക സ്ത്രീകളും പിന്നോട്ട് നിൽക്കുന്നത് അല്ലേ. പിന്നെ സ്വന്തമായിട്ട് സമ്പാദിക്കാൻ ഒരു സ്ത്രീയും അങ്ങനെ മെനക്കെടാറില്ല. എനിക്കൊരു ദുരനുഭവങ്ങളൊക്കെ പഴയ ജീവിതത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ സമ്പാദിക്കുവാനായിട്ട് തുടങ്ങിയത്. അതിൽ ഞാൻ ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ പറയും. ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ആക്കി വെക്കുവാനായിട്ട് ഈ 2025 തുടക്കത്തിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. 2024 2025 തുടക്കത്തിൽ ഞാൻ ആ കാര്യത്തിൽ ഞാൻ വിജയിച്ചു. ഞാൻ ടാർഗറ്റ് ചെയ്ത ഒരു എമൗണ്ട് തന്നെ എനിക്ക് അത് ചെയ്യുവാനായിട്ട് സാധിച്ചു. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ ഒരു ചെറിയ സമ്പാദ്യം ഉണ്ടായിരിക്കണം. നമ്മുടെ ശരീരവും ആരോഗ്യവും സൗന്ദര്യവും നമ്മുടെ 20കളിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നുവോ കുറച്ച് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരും. എന്നാലും അത് അതുപോലെ നമ്മൾ തുടർന്ന് കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ ഒരു 50കളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയാൽ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മളെ വേദനിപ്പിച്ചാല് പലപ്പോഴും തിരിച്ചറിവുകൾ വളരെ വൈകിയായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ആർക്ക് വേണ്ടി കഷ്ടപ്പെട്ടുവോ, ആർക്ക് വേണ്ടി നമ്മുടെ യൗവനം പാഴാക്കി കളഞ്ഞോ, ഒരു പക്ഷെ അവർ തന്നെയായിരിക്കാം നമ്മുടെ ഒരു വാർദ്ധക്യത്തിന് നമ്മളെ ബുദ്ധിമുട്ടിക്കുക. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇണകളാണെങ്കിൽ പോലും ഒരു കാലഘട്ടം കഴിയുമ്പോഴായിരിക്കാം അവർ നമ്മളെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ തിരിച്ചറിവുകൾ ഏത് രീതിയിലായാലും അത് വളരെ വൈകിയാണ് പല മനുഷ്യർക്ക് കിട്ടുക. അങ്ങനെ നല്ല ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, നമ്മൾ ശൂന്യമാണല്ലോ, ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കാതിരിക്കുവാൻ വേണ്ടി ഞാനീ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു പോകുക. അതൊരു ഡിസിപ്ലിൻ ആയിട്ട് നമ്മുടെ കൂടെ കൊണ്ടുപോകുക. അത് നമ്മുടെ ഒരു റൊട്ടീനാക്കി കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ എല്ലാ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതാണ്. നമുക്കൊരു സ്ത്രീകളുടെ കൂട്ടായ്മയൊക്കെ ഉണ്ട്. അതിലേക്ക് ചേരുവാനായിട്ടുള്ള ലിങ്ക്, അതുപോലെ നമ്മൾ ഫോട്ടോ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ക്ലാസ്സിലേക്ക് ചേരാം. ആ ക്ലാസ്സിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക്, അതുപോലെ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം, വേറെ നിവൃത്തിയില്ല, പുറത്തു പോയി സാധനങ്ങളൊന്നും വാങ്ങിക്കൊണ്ട് വരുവാനോ എന്തെങ്കിലും ഉണ്ടാക്കി വിൽക്കുവാനോ ഒന്നും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുവാനായിട്ടാണ് നമ്മുടെ ഈ മെയിൻ ഗ്രൂപ്പ്
ഗ്രൂപ്പിൽ രണ്ട് ഡ്രസ്സിന്റെ ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ഹോൾസെയിലായിട്ട് ഡ്രസ് മെറ്റീരിയലുകൾ, അതുപോലെ ടോപ്പുകൾ, ചുരിദാറുകൾ അങ്ങനെ കിട്ടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. നൈറ്റി ബിറ്റുകളൊക്കെ കിട്ടും. നിങ്ങൾക്ക് തയ്യൽ അറിയാം എന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലുകൾ വാങ്ങി തയ്ച്ച് നിങ്ങൾക്ക് പതിച്ച് കൊണ്ടുവർക്ക് വിറ്റ് അത് കാശുണ്ടാക്കാം. അതുപോലെ നമുക്ക് ലേഡീസിന്റെ ഗേൾസിന്റെ ഒക്കെ ഡെയിലി വെയർ കളക്ഷൻസ്, അതായത് ഹോം വെയർ കളക്ഷൻസ് ഉണ്ടല്ലോ, കോട്ടൺ. ഇപ്പോൾ നല്ല വേനലാണ് വരുന്നത്. ഗ്രൂപ്പിലേക്ക് ചേരുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഞാൻ ഇവിടെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റിൽ പിൻ ചെയ്തിരിക്കുന്ന അവിടെ ലിങ്കുകളുണ്ട്. അതിൽ ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ വിത്ത് ടെലിഗ്രാം എന്ന് കാണിക്കും. പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നത് പോലെ ജോയിൻ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ജോയിൻ ചെയ്യുക. അവിടെ എല്ലാ ഡീറ്റെയിലും ഇതിനു മുമ്പ് നമ്മൾ നടത്തിയിട്ടുള്ള ചാറ്റുകൾ, കാര്യങ്ങൾ, ഓരോ ജില്ലകളുടെ ഗ്രൂപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ടെലിഗ്രാമിൽ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.